ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഷവർമ ഫില്ലിംഗ് വെച്ചിട്ട് 2 വെറൈറ്റി സ്നാക്ക് റെസിപ്പി നമ്മളിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ 2 റെസിപ്പീസും വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. കീപ് വാച്ചിങ് ഗൈസ്. ഫസ്റ്റിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഷവർമ ബോക്സ് ആണ്. ഈ 2 ഐറ്റത്തിനും നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മയോണൈസാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 എഗ് വൈറ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പീസ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്നുകൂടെ ഇത് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് സവോള കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ആണിത്. ഇതൊന്ന് പിച്ചി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ആ മയോണൈസ് ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുബൂസിന് വേണ്ടിയിട്ടുള്ളൊരു മാവ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വെക്കുക. ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പൂടെ ചേർത്ത ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇനി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 അവർ നമ്മളിതൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുഴച്ച ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇതിന് സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഷവർമയുടെ മിക്സ് നമ്മളിതിന് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമ്മൾ നല്ലപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുബൂസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സൈഡ്സും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക.
ഇടയ്ക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഷവർമ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് എങ്ങനെ ഹോം മെയ്ഡ് ഷവർമ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. കീപ് വാച്ചിങ്. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് മാവ് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്കിതും ചുട്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഷവർമയുടെ ഫില്ലിങ് വെച്ചിട്ട് നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷവർമ ഫില്ലിംഗ് വെച്ചിട്ടുള്ള 2 ടേസ്റ്റി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ടതായ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.